ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണങ്ങളുടെ കടക്കൽ തന്നെ കത്തിവച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറിനെ തീർത്തതിലൂടെ ഇസ്രയേലിന്റെ നീക്കം വലിയ ഒരു നഷ്ടമായാണ് ഹിസ്ബുള്ളയ്ക്ക് മാറിയിരിക്കുന്നത്. ബെയ്റൂത്തിന് സമീപത്ത് നടന്ന ആക്രമണത്തിലാണ് ഇബ്രാഹിം ഖുബൈസി എന്ന ഹിസ്ബുള്ള കമാൻഡർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഖുബൈസിയാണ് എന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF പറയുന്നത്. വളരെ കൃത്യതയോടെയുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് ഖുബൈസിയാണ്. ഖുബൈസിക്കൊപ്പം മറ്റു 2 ഹിസ്ബുള്ള കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു. ഇവരും റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് 3 പേർ പോകുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് അതൊരു വലിയ നഷ്ടമായാണ് കണക്കാക്കുന്നത്. ഇസ്രയേലിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നവരെ ആണ് വകവരുത്തിയത് എന്നാണ് IDF പറയുന്നത്. മിസൈലുകളെ കുറിച്ച് വളരെയധികം അറിവുള്ള ആളായിരുന്നു ഇബ്രാഹിം മുഹമ്മദ് എന്നും ഹിസ്ബുള്ള മിലിറ്ററി നേതാക്കളുമായി ഇയാൾ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നും IDFന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ അലി കരാക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നും അലിയെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. അലിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും ഇവർ പറയുന്നുണ്ട്. അലി കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്നും ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഖുബൈസി കൊല്ലപ്പെട്ട വിവരം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുന്നു. രക്തസാക്ഷിത്വം എന്നാണ് ഖുബൈസിയുടെ മരണത്തെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചിട്ടുള്ളത്. 1980കളിൽ ഹിസ്ബുള്ളയുടെ ഭാഗമായ ഖുബൈസി ഏറെ വൈകാതെ തന്നെ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി എന്നാണ് വിവരം. ഇസ്രായേൽ സൈന്യത്തിനെതിരായ ഹിസ്ബുള്ളയുടെ നീക്കങ്ങളിൽ ഖുബൈസി വഹിച്ചിരുന്ന പങ്ക് നിർണായകമായിരുന്നു. 2000-ൽ 3 ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയ മൗണ്ട് ഓപ്പറേഷന് പിന്നിൽ ഖുബൈസി ആയിരുന്നു എന്നാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം. ഈ സൈനികരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി. 2004-ൽ തടവുകാരെ പരസ്പരം കൈമാറുന്ന നടപടിക്കിടെ ഈ 3 സൈനികരുടെ മൃതദേഹങ്ങളും ഇസ്രയേലിന് കൈമാറിയിരുന്നു. സുപ്രധാന മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഖുബൈസിക്ക് ഹിസ്ബുള്ളയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത് എന്ന് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഖുബൈസിയുടെ കൊലപാതകം ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടമാണെന്നാണ് വിലയിരുത്തൽ. 2006-ന് ശേഷം ആദ്യമായാണ് ലബനനിൽ ഇത്രയും വലിയ നാശം സംഭവിക്കുന്നത് എന്ന് ലബനൻ സർക്കാർ പറഞ്ഞു. വിനാശകരമായ സ്ഫോടനത്തിനൊപ്പം ലബനനിൽ ആരംഭിച്ച സൈനിക നടപടിയെ നോർത്തേൺ ആരോസ് എന്നാണ് ഇസ്രയേൽ നാമകരണം ചെയ്തത്. ഇസ്രയേലിന്റെ അഭിപ്രായത്തിൽ വടക്കൻ ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം. വടക്കൻ ഇസ്രയേലിലെ നഗരങ്ങൾ ഹിസ്ബുള്ളയിൽ നിന്നും മോചിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നും ഇസ്രയേൽ പറയുന്നു. വടക്കൻ ഇസ്രയേലിന്റെ അതിർത്തിയുടെ മറുവശത്ത് ഹിസ്ബുള്ളയ്ക്ക് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളുണ്ട്. ഈ ലോഞ്ച് പാഡുകളിൽ നിന്നാണ് അവർ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ഓപ്പറേഷൻ നോർത്തേൺ ആരോസിന്റെ കീഴിൽ ഹിസ്ബുള്ളയും അതിന്റെ സൈനിക ശക്തിയും നശിപ്പിക്കപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഹിസ്ബുള്ളയുടെ കമാൻഡ് പോസ്റ്റുകൾ, ഒളിത്താവളങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, റോക്കറ്റ് ഫാക്ടറികൾ എന്നിവ IDF ആക്രമണത്തിൽ തകർന്നിരുന്നു. സദേൺ കമാൻഡ് ചീഫ് അലി കരാക്കിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. എന്നാൽ അത് പിന്നീട് ഹിസ്ബുള്ള നിഷേധിച്ചു. ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വത്തിൽ ഇനി നസ്രല്ല മാത്രമാണ് അവശേഷിക്കുന്നത് എന്നും മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെട്ടു എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രതികരിക്കുന്നു. ബെയ്റൂട്ട് ഉൾപ്പെടെ ലെബനനിൽ ഉടനീളം 1600-ലധികം വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതായും യോവ് ഗാലന്റ് പറഞ്ഞു. വ്യോമാക്രമണത്തിൽ 1100-ലധികം ലക്ഷ്യങ്ങൾ തകർന്നു. ഹിസ്ബുള്ളയുടെ 800-ലധികം മിസൈൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തു. എന്തായാലും ഹിസ്ബുള്ള തകർന്ന് അടിയുകയാണ്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നായി ഇസ്രായേൽ തകർത്തടിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.